നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനേകജന്മ സംപ്രാപ്ത കർമ്മേന്ദന വിദാഹിനി ആത്മജ്ഞാനാത് നിദാനേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത് ജീവാത്മാവിൻ നിത്യമാണെന്ന ഭഗവാൻ പല പല ഉദാഹരണങ്ങൾ പറഞ്ഞ് അർജുനനെ തൃപ്തിപ്പെടുത്തുന്നു. അർജുനന് പറഞ്ഞു കൊടുക്കുന്ന അതാണ് നാം കണ്ടത്. അർജുനനെ ഉത്സാഹനാക്കുന്ന, അങ്ങനെ ഉത്സാഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി പറഞ്ഞു വന്നതിൽ ആത്മാവ് നിത്യമാണെന്നും ദേഹി നിത്യമാണ്, ദേഹം വിട്ടുപോകുന്നു. അത് പല ഉദാഹരണങ്ങളിലൂടെ തെളിയിക്കാൻ കപിലമുനിയുടെ സാങ്കേദർശനത്തിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്താണ് ഭഗവാൻ പറയുന്നത് നമുക്ക് നോക്കാം. ശ്ലോകം 21. വേദാവിനാശിനം നിത്യം യേനം അജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഗാഥയതി ഹന്തികം. ഇവിടെ ഭഗവാൻ പറയുന്നത് ജീവാത്മാവിൻ്റെ കാര്യം തന്നെയാണ്. ഹേ പാർത്ഥ, ഈ ജീവാത്മാവ് അനാദിയും അനന്തവും നിത്യവും ഒരിക്കലും നശിക്കാത്തതുമാണെന്നറിയുന്നവൻ എങ്ങനെയാണ് ഒരാളെ കൊല്ലുക, എങ്ങനെയാണ് കൊല്ലിപ്പിക്കുക? കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇതേ കാര്യങ്ങൾ തന്നെയാണെങ്കിലും കുറച്ചുകൂടി വിശദമായി അർജുനൻ്റെ മനസ്സിലേക്ക്, അർജുനൻ്റെ സംശയങ്ങളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഭഗവാൻ. സാംഖ്യ ദർശനപ്രകാരമുള്ള ജീവൻ അനാദിയാണെന്ന കാഴ്ചപ്പാടാണ് ഈ ശ്ലോകത്തിൽ സ്ഫുടീകരിച്ച് നിൽക്കുന്നത്. എന്നാൽ ഈ വാദത്തെ അംഗീകരിക്കാൻ ആധുനിക വേദാന്തികൾക്ക് കഴിയാത്തതിനാൽ അവർ സാംഖ്യദർശനത്തെയും അതിൻ്റെ കർത്താവായ കപിലമുനിയെയും തള്ളിപ്പറഞ്ഞു. സാംഖ്യദർശനകാരനായ കപിലമുനി നാസ്തികനാണെന്നും വേദവിരുദ്ധനാണെന്നും വരെ മുദ്രകുത്തപ്പെട്ടു. ജീവാത്മാക്കൾ അസംഖ്യമാണെന്ന സാംഖ്യ സിദ്ധാന്തവും ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന ആധുനിക വേദാന്തവും ഒന്നിച്ചു പോകില്ലല്ലോ. ആത്മാവും ബ്രഹ്മവും ജീവിതവും മിഥ്യയാകുമല്ലോ. ബ്രഹ്മം എങ്ങനെയാണ് മിഥ്യയിൽ പോയിപ്പെടുക എന്ന ചോദ്യം കപിലമുനി ചോദിക്കും. അപ്പോൾ ബ്രഹ്മം മിഥ്യയിൽപ്പെട്ടിട്ടില്ലെന്നും തോന്നലാണതെന്നും ആധുനിക വേദാന്തികർ മറുപടി പറയും. ഈ തോന്നൽ എങ്ങനെ, ആർക്ക്, എന്തുകൊണ്ട്, എന്തിന് ഉണ്ടായി എന്ന ചോദ്യം സാംഖ്യനും നൈയായികനും, അതായത് ന്യായദർശന കർത്താവായ ഗൗതമമുനിയും തൊടുത്തുവിടുമ്പോൾ ആധുനിക വേദാന്തി മറുപടി പറഞ്ഞ് കാണുന്നില്ല. അതൊക്കെ വളരെ ചിന്തിക്കുകയും വേദാന്തികൾ വളരെ വളരെ വലിയ കാര്യങ്ങളാണ്. പക്ഷെ നാം ഇപ്പോൾ ഇത് തന്നെ മനസ്സിലാക്കുക, ആത്മാവ് നിത്യമാണ്. ചിലപ്പോൾ ഉള്ള ഒന്നിൽ ഇല്ലാത്തതിനെ കാണുന്നത് പോലെ, കയറും പാമ്പും പോലെ, കയറിനെ കണ്ടിട്ട് പാമ്പ് എന്ന് ചിന്തിക്കുന്നത് പോലെ സത്യമായ ബ്രഹ്മത്തിൽ മിഥ്യയായ ജഗത്തിനെ കാണുന്നുവെന്ന് വ്യാഖ്യാനിക്കാം. ജീവാത്മാവിൻ്റെ സവിശേഷത ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് ആണ് നാം ശ്രദ്ധിച്ചത്. അതിനിടയ്ക്ക് പല കാര്യങ്ങളിലും അതിൻ്റെ വേദാന്തികളുടെ, ആധുനിക വേദാന്തികളുടെ കാര്യവും നമ്മുടെ ഗീതാകർത്താവും കപിലമുനിയും പറഞ്ഞിരിക്കുന്നതുമെല്ലാം പരസ്പരം അവർ വാദിക്കുന്നുണ്ട്. ഇപ്പോഴും പ്രപഞ്ചമില്ലെന്ന് വരെ വാദിക്കുന്നവരുണ്ട്. അങ്ങനെ അതിലേക്ക് നമുക്ക് കിടക്കേണ്ട. നമുക്ക് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത് ജീവാത്മാവ് നിത്യമാണ്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഒരു പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും
ശുഭ സുദിനം.